ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുമ്പോൾ പലപ്പോഴും നാം കാണുന്ന ഒരു പ്രവണതയാണ് ഷോർട്ട് ടേമിൽ പലപ്പോഴും സ്റ്റോക്കുകൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ നല്ല റാലി നടക്കുന്നുണ്ടാവും. ചിലപ്പോൾ പ്രത്യേകിച്ചൊരു വാർത്തകളൊന്നുമില്ലാതെ വലിയ ക്രാഷ് നടക്കുന്നുണ്ടാവും. ഇതേപോലെ ചില സ്റ്റോക്കുകളിൽ നല്ല റിസൾട്ട് വന്നാലും താഴോട്ടേക്ക് പോകും, ചില സ്റ്റോക്കുകളിൽ മോശം റിസൾട്ട് വന്നാലും മുകളിലോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റോക്കുകളിൽ നടക്കുന്ന ഇത്ര താൽക്കാലിക മൂവ്മെൻറ്റ് ഇത് പലപ്പോഴും യാതൊരു ലോജിക്കും അതിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ അനാലിസിസ് ഒക്കെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് അതിൻ്റെ വിപരീത ദിശയിലായിരിക്കും ചിലപ്പോൾ സ്റ്റോക്കുകൾ പോകുന്നുണ്ടാകുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു താൽക്കാലിക പ്രതിഭാസമായിരിക്കും. ആത്യന്തികമായിട്ട് ഒരു സ്റ്റോക്ക് മുകളിലോട്ട് പോകണമെങ്കിൽ, കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്തു തരണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബിസിനസ്സിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ ആ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ അതൊക്കെ ലൈവായിട്ട് നിലനിർത്താൻ പറ്റിയാൽ മാത്രമേ ഒരു സ്റ്റോക്കിന് ആത്യന്തികമായിട്ട് ലോങ് ടേമിൽ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുകയുള്ളൂ. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ അണ്ടർലൈങ് ബിസിനസ് കുഴപ്പമില്ലാതെയാണ് പോകുന്നത് എന്ന് സൂചന നൽകുന്ന, അല്ലെങ്കിൽ അതിപ്പോൾ ഒരു അപകടാവസ്ഥയിലാണ് എന്ന് സൂചന നൽകുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഓരോ ക്വാർട്ടറിൽ വരുന്ന റിസൾട്ടുകളും. അപ്പോൾ 4 ക്വാർട്ടറുകളിൽ വരുന്ന ഈ റിസൾട്ടുകൾ അഥവാ ഏർണിങ്സ് റിപ്പോർട്ടുകൾ അത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ. അപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന Q1 റിസൾട്ടുകൾ, അതിൻ്റെ ഒരു സീസൺ ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ ലിസ്റ്റഡ് കമ്പനികളും അവരുടെ Q1 റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. പൊതുവേ നമ്മൾ കാണുന്നത് റവന്യൂവിൽ ഒരു സ്ലോ ഡൗൺ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ 7 ക്വാർട്ടറിലെ ഏറ്റവും മോശം പെർഫോമൻസ് ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ET ഇന്റലിജന്റ് ഗ്രൂപ്പ് നടത്തിയ ഒരു സർവേ പ്രകാരം ഏകദേശം 3197ഓളം സാമ്പിൾ സ്റ്റോക്കുകൾ എടുത്തുകൊണ്ട് അനലൈസ് ചെയ്തപ്പോൾ ഈ Q1 റിസൾട്ടുകളിൽ ഓവറോൾ കാണുന്ന ഒരു സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റവന്യൂ 6.4% എന്നുള്ള 7 ക്വാർട്ടറിൽ ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു ഓവറോൾ ഗ്രോത്ത് ആണ് കാണുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് 7.7% എന്നുള്ള കഴിഞ്ഞ 9 ക്വാർട്ടറിലുള്ള ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷനാണ് കാണുന്നത്. അപ്പോൾ അതായത് ഈ 3197 കമ്പനികളുടെ ആവറേജ് റവന്യൂ ഗ്രോത്ത് 6.4ഉം ആവറേജ് പ്രോഫിറ്റ് ഗ്രോത്ത് 7.7ഉമാണ് ഇയർ ഓൺ ഇയറിൽ. അപ്പോൾ ബാങ്കിങ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ക്യാപിറ്റൽ ഗുഡ്സ് പോലെയുള്ള സെക്ടറുകളിലാണ് കാര്യമായിട്ടുള്ള ഒരു സ്ലോ ഡൗൺ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ സിമെന്റ്, കെമിക്കൽസ്, കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റാലിറ്റി, ആൽക്കഹോളിക് ബീവറേജസ് പോലെയുള്ള സെഗ്മെന്റിൽ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ IT സെക്ടറിൽ അതിൻ്റെ വീക്ക്നെസ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗ്ലോബൽ ആയിട്ടുള്ള ടെക്നോളജി സ്പെൻഡിങ് കുറഞ്ഞത് കാരണം ഇത് കഴിഞ്ഞ കുറേ ക്വാർട്ടറുകളിലായിട്ട് തന്നെ IT സെക്ടർ വളരെ വീക്കാണ്. ബാങ്കിങ് ആൻഡ് ഫിനാൻസ് കമ്പനികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവെ കാണുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15.6% ആണ്. അത് ഇയർ ഓൺ ഇയർ വെച്ച് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് മാർജിനാണ്. അപ്പോൾ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ നെറ്റ് പ്രോഫിറ്റിൽ കാണുന്നത് 10%ന്റെ ഒരു ഇമ്പ്രൂവ് ആണ്. റവന്യൂ ഗ്രോത്തിൽ പക്ഷേ ഓവറോൾ റവന്യൂ ഗ്രോത്തിൻ്റെ താഴെയാണ്, 5.7% ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ Q1 റിസൾട്ട് ഇത്രമാത്രം മോശമാണെങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന 2 ക്വാർട്ടറുകൾ കുറച്ചും കൂടി മെച്ചപ്പെടുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് മൺസൂൺ നല്ല രീതിയിൽ വരികയും അതുകൂടാതെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു എക്സ്പെൻഡിച്ചർ സൈക്കിൾ ഇനി വരാൻ പോവുകയാണ്. ഗവൺമെൻറ് കൂടുതൽ കാപ്പെക്സ് പല ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഒക്കെ ഉപയോഗിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വരാൻ പോകുന്ന ക്വാർട്ടറുകളിൽ ഒരു റിക്കവറി ഉണ്ടാവുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഗ്ലോബലായിട്ട് വരുന്ന എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ്, അതിപ്പോൾ ഈ താരിഫ് റിലേറ്റഡ് ആയിട്ടായാലും ശരി, അല്ലെങ്കിൽ ഗ്ലോബൽ ഗ്രോത്തിൻ്റെ ഒരു സ്ലോ ഡൗൺ ഉണ്ടാവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ കമ്മോഡിറ്റി പ്രൈസിൽ ഏതെങ്കിലും വളറ്റിലിറ്റി, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ടെൻഷൻസ്, ഇതൊക്കെ സ്വാഭാവികമായിട്ടും അടുത്ത ക്വാർട്ടറിലും ഏതെങ്കിലും വിധത്തിലൊക്കെ സ്വാധീനിച്ചേക്കാം. അപ്പോൾ ഏതായാലും ഈ ഒരു ET ഇന്റലിജന്റ് ഗ്രൂപ്പിൻ്റെ ഈ റവന്യൂ ഗ്രോത്തും അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്തും അവർ ശരാശരി കാണിച്ചിട്ടുള്ള അതിനെ ഒരു ബെഞ്ച് മാർക്കായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിൽ ബിസിനസ് പെർഫോമൻസ് നടത്തിയ സ്റ്റോക്കുകൾ നമുക്ക് മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്ത സ്റ്റോക്കുകളായിട്ട് കണക്കാക്കാം. സ്റ്റോക്ക് പ്രൈസിലല്ല, ബിസിനസ് ഏർണിങ്സിൽ മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്ത സ്റ്റോക്കുകളായിട്ട് അതിനെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ അത്തരത്തിൽ 6.4% റവന്യൂ ഗ്രോത്തും 7.7% പ്രോഫിറ്റ് ഗ്രോത്തും അതിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1314 സ്റ്റോക്കുകൾ നമുക്ക് കിട്ടും. ഈ സ്റ്റോക്കുകളിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലുള്ള സെയിൽസ് പ്രോഫിറ്റും ഈ ഒരു ബെഞ്ച് മാർക്കായിട്ടുള്ള 6.4 അല്ലെങ്കിൽ 7.4 ആനുപാതികമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കമ്പനികളെ ഫിൽട്ടർ ചെയ്യും. അതുപോലെ ഏകദേശം 5000 കോടി മാർക്കറ്റ് ക്യാപ്പിന് മുകളിലുള്ള സ്റ്റോക്കുകളൊക്കെ പരിഗണിച്ചാൽ, അതുപോലെ തന്നെ PE റേഷ്യോ ഇൻഡസ്ട്രി PEയേക്കാൾ താഴെ നിൽക്കുന്ന സ്റ്റോക്കുകളെ കൂടി പരിഗണിച്ചുകൊണ്ട് കടമില്ലാത്ത കമ്പനികളൊക്കെ പരിഗണിച്ചാൽ നമുക്ക് ഏകദേശം 16ഓളം കമ്പനികൾ കിട്ടും. അതിൽ പ്രധാനപ്പെട്ട 10 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ
കൂടുതലായിട്ട് ഇവിടെ പരാമർശിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ സ്റ്റോക്ക് ആർ സിസ്റ്റംസ് ആണ്. ഇതൊരു IT മേഖലയിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അനാലിറ്റിക്സും അതുപോലെ തന്നെ നോളജ് സർവീസും അത്തരത്തിലുള്ള ഡിജിറ്റൽ ടെക്നോളജി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കമ്പനിയിൽ ക്വാർട്ടർലി റിസൾട്ടുകൾ പരിശോധിച്ചാൽ 6.94% സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രോഫിറ്റിൽ 205% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടറിലും ഇതേപോലെയുള്ള ഇമ്പ്രൂവ് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഇതിൻ്റെ PE റേഷ്യോ ഇൻഡസ്ട്രി PE താഴെയാണ്. അതുപോലെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.12 മാത്രമുള്ള ഈ സ്റ്റോക്ക് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. ഇപ്പോൾ കറണ്ട് പ്രൈസ് 433 ഇത് 558 ഇതിൻ്റെ ഹൈ. മറ്റൊരു സ്റ്റോക്ക് ഇതേപോലെ നമ്മൾ കാണുന്നത് സാരഥ എനർജി ആൻഡ് മിനറൽസ് ലിമിറ്റഡ് ആണ്. ഇത് സാരഥ ഗ്രൂപ്പിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ്. സ്റ്റീൽ പ്രൊഡക്ഷൻ, ഫെറോ അലോയ്സ് അതുപോലെ പവർ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഈ ഒരു കമ്പനിയുടെ ഒരു റിസൾട്ടും ഇതേപോലെ സെയിൽസിൽ 76% ജമ്പാണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിട്ടുള്ളത്. പ്രോഫിറ്റിലാണെങ്കിൽ 119% ജമ്പും ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടറിലും ആനുപാതികമായ വമ്പിച്ച ജമ്പ് സെയിൽസിലും പ്രോഫിറ്റിലും കാണാൻ കഴിയും. ഇതിൻ്റെ PE റേഷ്യോ ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുപോലെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.46 മാത്രമുള്ള ഈ സ്റ്റോക്ക് ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. 19,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 554 608 വരെ ഇതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. മറ്റൊരു സ്റ്റോക്ക് നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള വാരി എനർജീസ് ആണ്. സോളാർ PV മൊഡ്യൂൾ മാനുഫാക്ചർ ചെയ്യുന്ന ഇവരുടെ ഒരു കപ്പാസിറ്റി ഇപ്പോൾ 12 ഗിഗാവാട്ടിന് മേലെയാണ്. ഇന്ത്യയിൽ തന്നെ 5ഓളം സോളാർ മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് പ്ലാന്റുകളുള്ള ഈ കമ്പനി എക്സ്പോർട്ട് രംഗത്തും പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 82,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ പ്രൈസ് 2,883 എന്ന ലെവലിലാണ്. 3,743 വരെ ഇതിന്റെ ഹൈ പോയതാണ്. ഈ സ്റ്റോക്കിന്റെ PE ഇപ്പോൾ 37 എന്ന ലെവലാണ്. ഇൻഡസ്ട്രി PE 39 ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.13 മാത്രമുള്ള ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 29%, പ്രോഫിറ്റിൽ 89% വർധനവുണ്ടായിട്ടുണ്ട്. ക്വാർട്ടറിലും നല്ല ഇമ്പ്രൂവ് ഉണ്ടായതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. മറ്റൊരു സ്റ്റോക്ക് ഫാർമ സെഗ്മെന്റിലുള്ള ലൂപ്പിൻ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ബോംബെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഈ സ്റ്റോക്ക് ജനറിക് ഫോർമുലേഷൻ, ബയോടെക്നോളജി പ്രൊഡക്റ്റ്, API പോലെയുള്ള ഫാർമസ്യൂട്ടിക് മേഖലയിലുള്ള ഇത്തരം പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഈ കമ്പനിക്ക് US-ലും സൗത്ത് ആഫ്രിക്ക, ഏഷ്യ പസഫിക് റീജിയൻ, ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് മേഖലയിലൊക്കെ പ്രസൻസ് ഉണ്ട്. ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് 89,000 കോടിയുള്ള ഒരു മിഡ് ക്യാപ് കമ്പനി ആയിട്ടാണ് കാണാൻ കഴിയുക. കറണ്ട് പ്രൈസ് 1962 2,403 വരെ ഇതിന്റെ ഹൈ പോയതാണ്. ഇതിന്റെ PE റേഷ്യോ ഇപ്പോൾ 24 ഇൻഡസ്ട്രി PE ആയിട്ടുള്ള 33 താഴെയാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.32 മാത്രമുള്ള ഈ സ്റ്റോക്കിന്റെ ഇയർ ഓൺ ഇയർ സെയിൽസ് 11% വർധനവും പ്രോഫിറ്റിൽ 52% വർധനവും ഉണ്ടായിട്ട് കാണാം. ക്വാർട്ടറിലും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് BLS ഇന്റർനാഷണൽ സർവീസ് എന്ന് പറയുന്ന വിസ ആപ്ലിക്കേഷൻ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഈ ഒരു കമ്പനിയിൽ സെയിൽസിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇയർ ഓൺ ഇയറിൽ കാണുന്നത്. 44% വർധന ഉണ്ടായിട്ടുണ്ട്. പ്രോഫിറ്റിലും 49% വർധന ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടറിലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുള്ള ഇതിൻ്റെ ഏർണിങ്സ് രേഖപ്പെടുത്തിയ ഈ കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കാണുന്നത് 0.21% ആണ്. ഇതിൻ്റെ PE 27, ഇൻഡസ്ട്രി PE 44 അതിൽ താഴെയാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 15,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 373 522 വരെ ഇതിൻ്റെ ഹൈ പോയതാണ്. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് സുന്ദരം ഫൈനാൻസ് ഹോൾഡിങ്സ് ആണ്. ഇപ്പോൾ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റിലും അതുപോലെ തന്നെ ബിസിനസ് പ്രോസസ്സിങ്ങിൽ സപ്പോർട്ട് സർവീസ് നൽകുന്ന ഈ ഒരു ഫൈനാൻസ് കമ്പനി അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 10,000 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. 480 എന്നുള്ള പ്രൈസാണ് ഇപ്പോൾ കാണുക. 542 വരെ ഇതിൻ്റെ ഹൈ പ്രൈസ് പോയതാണ്. ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ് സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു സീറോ ഡെറ്റ് കമ്പനിയായ ഇതിൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ സെയിൽസ് 318% വമ്പിച്ച ഒരു ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളത്. പ്രോഫിറ്റിൽ 43% ഒരു ജമ്പും നമുക്ക് കാണാൻ പറ്റും. ക്വാർട്ടറിലും ഇതേപോലെ വമ്പിച്ച ഒരു റിസൾട്ടാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്ന അവന്തി ഫീഡ്സ് ആണ്. ഇത് ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഫീഡ് എക്സ്പോർട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ പ്രോസസ്ഡ് ശ്രിംസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് അവന്തി ഫീഡ്സ്. 8,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു സ്മോൾ ക്യാപ് കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രൈസ് 651 965 വരെ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് പോയതായിരുന്നു. 15 എന്നുള്ള PEയിൽ ട്രേഡ് ചെയ്യുന്ന ഈ സ്റ്റോക്കിൻ്റെ ഇൻഡസ്ട്രി PE നമ്മൾ കാണുന്ന 21 എന്നുള്ള PE ആണ്. ഒരു സീറോ ഡെറ്റ് കമ്പനിയായ ഈ അവന്തി ഫീഡ്സിൻ്റെ കഴിഞ്ഞ ക്വാർട്ടറിലെ സെയിൽസിൽ 6% വർധനമാണ് ഇയർ ഓൺ ഇയർ ഉണ്ടായത്. പ്രോഫിറ്റിൽ 39% ജമ്പ് ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടറിലും ഇതേപോലെ നല്ലൊരു പെർഫോമൻസ് ഈ സ്റ്റോക്ക് കാഴ്ചവെച്ചതായിട്ട് കാണാം. അടുത്തൊരു സ്റ്റോക്ക് ഹെൽത്ത് കെയർ സെഗ്മെന്റിലുള്ള യഥാർത്ഥ ഹോസ്പിറ്റലാണ്. യഥാർത്ഥ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ കെയർ സർവീസ് എന്ന് പറയുന്ന
നോയിഡ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഹോസ്പിറ്റൽ ചെയിൻ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റൽ ചെയിനാണ്. 6864 കോടി മാർക്കറ്റ് ക്യാപ്പിൽ ഈ ഒരു സ്മോൾ ക്യാപ് കമ്പനി അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് കാണുന്നത് 712 ആണ്. 738 എന്നുള്ള ഹൈ ആണ്. അതിനോട് അടുത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ PE 48 ആണ്. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 63 ആണ്. അപ്പോൾ അതിൽ താഴെയാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. ഒരു സീറോ ഡെറ്റ് കമ്പനി ആയിട്ടുള്ള ഈ ഒരു ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ ചെയിൻ്റെ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 21% വർധനവും പ്രോഫിറ്റിൽ 38% വർധനവും കാണാൻ കഴിയും. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഇതേപോലെ ആനുപാതികമായ ഗ്രോത്ത് രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാം. മറ്റൊരു സ്റ്റോക്ക് ICICI ലൊംബാർഡ് എന്ന ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ്. ഇത് പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരു ലീഡിംഗ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ്. ഇപ്പോൾ മൾട്ടിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ചാനലുള്ള ICICI ലൊംബാർഡിൻ്റെ ജനറൽ ഇൻഷുറൻസിൻ്റെ നല്ല ഗ്രോത്താണ് ഈ ഒരു ക്വാർട്ടറിൽ നമ്മൾ കാണുന്നത്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 14% വർധനവും പ്രോഫിറ്റിൽ 28% വർധനവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 5% വർധനവും പ്രോഫിറ്റിൽ 46% വർധനവും ഉണ്ടായിട്ടുണ്ട്. ഒരു സീറോ ഡെറ്റ് കമ്പനി ആയിട്ടുള്ള ഇതിൻ്റെ ഇൻഡസ്ട്രി PE 39 ആണെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് PE നമ്മൾ കാണുന്നത് 35 ആണ്. ഇപ്പോൾ 94,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മിഡ് ടു ലാർജ് ക്യാപ് സെഗ്മെൻറ്റുള്ള ഒരു കമ്പനിയാണിത്. കറണ്ട് പ്രൈസ് ഇപ്പോൾ 1898 ആണ്. 2302 വരെ ഇതിൻ്റെ ഹൈ പോയതാണ്. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിലുള്ള കൊവായ് മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റൽ ലിമിറ്റഡ് ആണ്. കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസ് കമ്പനിയിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 18% ഒരു വർധനമാണ് കാണുന്നത്. പ്രോഫിറ്റിൽ 25% വർധനവും ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസ് 4%, പ്രോഫിറ്റിൽ 4% ജമ്പും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 0.38 എന്നുള്ള ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാണിക്കുന്ന ഇതിൻ്റെ ഒരു PE റേഷ്യോ ഇപ്പോൾ നമ്മൾ കാണുന്നത് 32 ആണ്. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 63 ആണ്. വളരെയധികം അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 6472 ആണ്. 6515 വരെ ആയിരുന്നു ഇതിൻ്റെ ഹൈ. അപ്പോൾ അതിനോട് അടുത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 7000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു സ്മോൾ ക്യാപ് കമ്പനിയും കഴിഞ്ഞ ക്വാർട്ടർ മോശമല്ലാത്ത പ്രകടനം നടത്തിയൊരു കമ്പനിയായിട്ട് കാണാം. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ സ്റ്റോക്കുകൾ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വേണ്ടി മാത്രം ഇവിടെ ഷെയർ ചെയ്തതെന്ന് മാത്രം. അപ്പോൾ ഇതൊരിക്കലും ഒരു ബാങ്ക് റെക്കമെൻഡേഷൻ അല്ല. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.